ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഷെയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ശരിക്ക് ഞങ്ങൾ അൺബോക്സിങ്ങായിട്ട് വന്നേക്കാണ്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയത്. അത് അൺബോക്സ് ചെയ്യാത്തതുകൊണ്ട് യൂസ് ചെയ്യാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ചിലതൊക്കെ 2-3 നമ്മൾ ക്യൂരിയോസിറ്റി കാരണം ഒന്ന് പൊട്ടിച്ച് നോക്കി. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ കുറേ സാധനമുണ്ട്. ഇത് ആ ബോക്സ് കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കാർഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ അൺബോക്സ് ചെയ്യാനുണ്ടെന്നും എല്ലാം നോക്കാം. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയെന്നൊക്കെ. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ ഡെയിലി ലൈഫിന് വേണ്ടി ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, ഇതാ കണ്ട ഈ ബോക്സിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്യാനുള്ളതാണ്. ലച്ചു റെഡി അല്ലേ? യെസ്, ഐ ആം റെഡി. അപ്പോൾ ലച്ചു ഓരോന്ന് എടുത്തോ അതിനകത്തുനിന്ന്. നമ്മുടെ ഗ്ലോബ് ഫസ്റ്റ് ഐറ്റം. ഇത് ശരിക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് വിഷു വാങ്ങിച്ചതാ. ഇത് നമ്മുടെ ഇന്ത്യൻ ശരിക്കും ഓരോരുത്തരും നമ്മൾ ഈ എവിടെയാ നമ്മുടെ കറക്റ്റ് പ്ലേസ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് കിടന്ന് തപ്പണ്ടല്ലോ. മാപ്പ് ആണെങ്കിലും ഓക്കെയാണ്, പക്ഷെ മാപ്പിനെക്കാട്ടും കറക്റ്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലോബ് വാങ്ങുന്നതാണ് നല്ലത്. ഇതേൻ്റെ നമ്മുടെ ഇന്ത്യ, അതേപോലെ തന്നെ നമ്മൾ അയർലൻഡ് കണ്ടോ? ശരിക്കും ഇങ്ങ് മുകളിലാണ് ഇവിടെ ആയിട്ട് വരും കണ്ടോ? ദുബായ് എവിടാ? ദുബായ് ഇങ്ങ് താഴെ എവിടെ ഉണ്ട്? സൗദി അറേബ്യ ഇവിടെയാ ദുബായ്. ഓക്കെ, ദുബായ്. ഇതേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ദുബായിൽ പോയി. ദുബായിൽ നിന്ന് ഇവിടെ നിന്ന് ഇപ്പം മോൾ അയർലൻഡിലെത്തി. ഇത് വെറുതെ ഒരു നമുക്കിങ്ങനെ വെച്ചേക്കാൻ വേണ്ടി ഡെസ്കിൽ വെക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ ഓരോ ആൾക്കാർ എവിടെയാ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു നോക്കാമല്ലോ. അപ്പം നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. അല്ല, ഇതിപ്പോൾ തിരിച്ചു നോക്കേണ്ട കാര്യമില്ല. ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇടും. പിന്നെ ഇത് നമുക്ക് കാണാനൊരു ഭംഗിക്ക്. കണ്ടിട്ടില്ലേ ഈ ഓഫീസ് സെറ്റപ്പിലൊക്കെ ഈ ടേബിളിന്റെ മണ്ടയ്ക്ക് ഒരു ഗ്ലോബ് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. എന്നാലും അല്ല, അത് മാത്രമല്ല, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇവിടെ അയർലൻഡ് ഇതാണ്ട് ഇവിടെ മുകളിലായതുകൊണ്ടാണ് നമുക്ക് അത്രയും വിൻ്ററായിട്ട് വരുന്നത്. മുകളിലായിട്ട് ഇവിടെ ഇതിന് മുകളിലോട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും നല്ല വിൻ്റർ അല്ലെങ്കിൽ ഒരു തണുത്ത ക്ലൈമറ്റ് കിട്ടും. അത് നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനെന്താ പറയാ, ഇത് നമ്മുടെ ലേസർ സ്റ്റേജ് ലൈറ്റ്. ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റൗണ്ട് ടൈപ്പ്, അത് ചീത്തയായിപ്പോയി. ദുബായിൽ നിന്ന് വാങ്ങിച്ചാൽ. അപ്പം ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാതെ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ പാർട്ടി കൂടുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ടല്ലോ, അത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡ് വരുമ്പോഴത്തേന്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ ഇത് സിറ്റി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചായിരുന്നു. അപ്പം ഇത് ഓൺ ചെയ്ത് കാണിക്കാം ഫ്രണ്ട്സ്. അതിൻ്റെ എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കാം, ഒരു മിനിറ്റ്. അല്ല, ഓണാവില്ല. നമ്മുടെ സ്പെയർ എക്സ്റ്റൻഷൻ ബോർഡാണ് ഇത്. പിടിച്ച ഓക്കെ, ഇതാണ് എൻ്റെ ഒരു അഡാപ്റ്റർ, ചെറിയൊരു അഡാപ്റ്റർ. ഓക്കെ, എന്നിട്ട് ഇനി ഇത് ഓൺ ചെയ്യാം. കണ്ടോ, ഇനി എനിക്ക് സംഭവം പാട്ടിനനുസരിച്ച് ഇത് ഈ മൂന്ന് ചെയ്ത് മാത്രമേ ഉള്ളൂ. കണ്ണടച്ച് ഇത് കണ്ടോ, ഫുള്ളൊരു എന്താ പറയുന്നത്, നമുക്കൊരു ലൈറ്റ് ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടി ഡാൻസ് ഒക്കെ കളിക്കുന്ന രീതിയിൽ ലച്ചുവിനെ ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന പോലെ ലൈറ്റ് അപ്പ് ചെയ്യാം. സൈഡിൽ നിന്ന് വേണമെങ്കിൽ സൈഡിൽ നിന്ന് തലമുടിയിലാക്കി. അതെ, അടിപൊളി. കണ്ണിൽ ഡയറക്റ്റ് അടിക്കില്ല കേട്ടോ, ചിലപ്പം ലേസർ ആയതുകൊണ്ട് ഇതായിരിക്കും. 4 ഫുട്ബോള്,
ഇത് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് മ്യൂസിക് ഇങ്ങനത്തെ ഇതൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും കാണാൻ. ഇത് മ്യൂസിക്കിനനുസരിച്ചും ഇതാവും, ബ്ലിങ്ക് ആവും. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ മ്യൂസിക്കിനനുസരിച്ച് ബ്ലിങ്ക് ആവും. ഓക്കെ. അപ്പം പല മോഡല്ലേ, അത് പല പല മോഡൽ. ഇങ്ങനുണ്ട്, പിന്നെ ഓഫ്, 2 മോഡ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു അടുത്ത സാധനം. ഇതിൻ്റെ പേര് ലേസർ സ്റ്റേജ് ലൈറ്റ്. ഇത് പല ടൈപ്പിലുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതായതുകൊണ്ടാണ് നമ്മൾ സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചത്. എന്നിട്ട് ഇതിൻ്റെ അഡാപ്റ്റർ ഊരി ഇതിങ്ങനെ നമുക്ക് സ്റ്റാൻഡ് പോലെ വെക്കാം. ഇതെന്താ ഇങ്ങനെ ഇരിക്കും. ഞാൻ നേരെയാക്കി വെക്കണേ, കുഴപ്പമില്ല. അതിങ്ങനെ കണ്ടോ, ഇത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇരുന്നോളൂ. അടുത്ത സാധനം ഒരു റെൻഫോയുടെ മസാജറാണ്. റെൻഫോ കോഡ്ലെസ് മസാജർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ സാധനം വരും. അതായത് നമുക്കതിൻ്റെ ഇത് മാറ്റിയിടാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ മസിലിൽ, ഈ ബാക്ക് കാഫ് മസിലിലൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലി ഈ മസാജർ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് ഈ ഷോൾഡർ മസിൽ അല്ലെങ്കിൽ കാലിൻ്റെ മസിലൊക്കെ ഭയങ്കര വേദനയുടെ സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് കോഡ്ലെസ് ആകുമ്പോൾ നമുക്ക് ഹാൻഡി ആയിട്ട് എങ്ങും കുത്തേണ്ട ആവശ്യമില്ല. ചാർജ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലച്ചുവിന് ഇപ്പം മസാജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബേബി ഉണ്ടായതുകൊണ്ട് മസാജിനെയൊക്കെ നമ്മൾ നിർത്തി വെച്ചു. ഇത് പ്രഗ്നൻസിയിൽ ഈ ടൈപ്പ് അല്ല, ഓൾമോസ്റ്റ് മസാജിങ്. ഇത് ഇങ്ങനത്തെ മെഷീൻ യൂസ് ചെയ്തിട്ടുള്ള മസാജ് പ്രഗ്നൻസിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം വൈബ്രേഷൻ ഒരുപാട് വരുന്നതുകൊണ്ട് അത് കോൺട്രാൻഡിക്കേറ്റഡ് ആണ് ശരിക്കും പ്രഗ്നൻസിയിൽ. ഇതിൻ്റെ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അറിയാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഓരോ പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇതുണ്ടോ, ഇങ്ങനെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇത് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അതെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, പിന്നെ 3 ഇതായിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും. ഇതാണ് ഇപ്പം എൻ്റെ ഈ ഇട്ടേക്കുന്നത്. ഇത് നല്ലതാണ് എന്ന് വെച്ചാൽ പോർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ചാർജ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കും, പല പല മോഡ്സുകളുണ്ട്. ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു, വൈബ്രേറ്റ് ആവുന്നത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ കാലിൻ്റെ ഈ കാഫ് മസിൽ ഇങ്ങനെ ഇതാക്കാം, നല്ല സുഖമാണ്. ഇപ്പോൾ ഓടാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്കിങ്ങനെ കാലിൻ്റെ ഈ സൈഡൊക്കെ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അതിപ്പം നെക്കിൻ്റെ ഇതാണെങ്കിൽ നെക്കിനുള്ള സെപ്പറേറ്റ് ഉണ്ട്, അങ്ങനെ ബാക്കിനുള്ളതുണ്ട് സെപ്പറേറ്റ്. അപ്പം ഇതിനോട് കൂടി നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് ഇതിങ്ങനെയാണ് വെക്കുന്നത് അല്ലേ ഷൂ കാണിച്ച്? അത് ഇത് കുത്തി നിർത്തിയിട്ട് അത് ചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡാണ് ശരിക്കും വെച്ച്. ഇതിങ്ങനെയുണ്ടോ, ഇങ്ങനെ വെക്കും. തറ വെച്ചേ അങ്ങനെ വെച്ചേക്കാം. ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ. ഇതിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കുത്തി നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചാർജും ചെയ്യാം. അങ്ങനെ ടൈറ്റാവും. ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു മാനുവലും എല്ലാം കിട്ടും. അതായത് എപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട്. കണ്ടോ, ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ ആ പറഞ്ഞ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹെഡ് സ്റ്റിക്ക്, 3 പോയിന്റ് സ്റ്റിക്ക്, റൗണ്ട് സ്റ്റിക്ക്, കബേസ, കർവാഡ, ഉൻപണ്ടോടി, എന്തോ ഇത് സാധനം, കബീസായോ? അയ്യോ അല്ല, ഇത് ലാംഗ്വേജ് വേറെയാ. ഒരു മിനിറ്റ്, വേറെ ലാംഗ്വേജിന്റെ മാനുവൽ എടുത്ത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നു. നോക്കട്ടെ ഇംഗ്ലീഷ് ഉണ്ടോന്ന്. അതേണ്ടേ ഇംഗ്ലീഷ് തന്നു. 3 ഹെഡ് സ്റ്റിക്ക്, 3 പോയിന്റ് സ്റ്റിക്ക്, റൗണ്ട് സ്റ്റിക്ക്, കർവ്ഡ് ഹെഡ്, 1 പോയിന്റ് ഹെഡ്. അപ്പൊ ഇത് ഏത് ലാംഗ്വേജിലാ ഈ കബേസ എന്നൊക്കെ പറഞ്ഞേ? അറിയത്തില്ല. പിന്നെ ഫ്രണ്ട്സ് ഇതിനകത്ത് കണ്ടോ ഒരുപാട് ടൈപ്പ് മോഡ്സ് ഉണ്ട്, നോക്കിക്കോ. ഇതിപ്പോ സിമ്പിൾ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് മോഡ്സ് മാറ്റാം.
പിന്നെ അടുത്ത മോഡ്, പിന്നെ അടുത്ത മോഡ്. ഇത് നോർമൽ. ഇനി ഇത് തന്നെ നമുക്ക് കൂട്ടാം. ഇങ്ങനെ ഉണ്ടോ, ഭയങ്കര പവറായി. ഇതിനെ തന്നെ വീണ്ടും കൂട്ടാം. അത്ര പറ്റി. ഇത് മാക്സിമം, ഇത് മാക്സിമം. എന്തൊരു പവർ. ഒരുപാട് ഇത് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് നൺ ഓഫ് ദ സ്റ്റിക്ക് ഈസ് ഫിറ്റ് ഫോർ ദ ഹെഡ്, പ്ലീസ് ഡു നോട്ട് യൂസ് ഓൺ ദ ഹെഡ്. അതേപോലെ വാർണിംഗ് സേഫ്റ്റി ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് 16+ ഓൾഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പെറ്റ്സിന് ചിൽഡ്രൻസിൻ്റെ ദൂരെ നമ്മൾ മാറ്റി വെക്കുക. പിന്നെ സെൻസിറ്റീവ് സ്കിന്ന്, സ്വോളൻ, ഇൻഫ്ലംഡ് ഏരിയ അങ്ങനത്തെ യൂസ് ചെയ്യുക. ഹെഡ് യൂസ് ചെയ്യാതിരിക്കുക. ഇൻഫ്ലംഡ് സ്വോളൻ ഏരിയയിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അൺകോൺഷ്യസ് സ്ലീപ്പിംഗ് പേഴ്സൺ, പ്രഗ്നൻറ്റ് വുമൻസിന് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത്. അപ്പം നിങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും, ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനം, എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ യൂസർ മാനുവൽ ആദ്യം വായിച്ച് നോക്കുക. ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, എന്നിട്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിങ്ങനെ മാറ്റുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രോബ് പോലുണ്ട്. നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അടുത്ത സാധനം ഇതേപോലെ തന്നെ കണ്ടോ ഇട്ട് ഫ്രണ്ട്സ്, ലച്ചു ഇപ്പം എനിക്ക് മസാജ് ചെയ്യാൻ പോവാ. ബാക്ക് മസാജ് ചെയ്ത നല്ല സുഖം. പക്ഷെ ബോണിലൊന്നും ഡയറക്റ്റ് ചെയ്ത് ഒരുപാട് കൊടുക്കല്ലോ. മസിൽസിന് മാത്രമാണ് ഇത് ചെയ്യുന്നത് ശരിക്കും. ഇക്കള് വരുന്നു. ഫ്രണ്ട്സ്, ഇത് ഒറ്റയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാം കേട്ടോ. അതുകൊണ്ടാണ് അത് ഹാൻഡി ആയിട്ട് ഇത് ചാർജ് ചെയ്യാണ്ട് നമുക്ക് അല്ലാണ്ട് യൂസ് ചെയ്യല്ലോ. നമുക്ക് ഹാൻഡി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടോ. ഇങ്ങനെ നല്ല എഫക്റ്റീവാ. പക്ഷെ ബോണിൽ ഒരുപാട് നേരം അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബോണിന് അങ്ങനെ ഒരുപാട് വൈബ്രേഷൻ കൊടുക്കരുത്. ശരിക്കും മസിൽസിന് മാത്രമാണ്, ഒരു മസാജിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് മസിൽസിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഇത് കണ്ട, ഇതിൽ വെച്ച് കണ്ട ചെലന്തിയൊക്കെ ചത്ത് ഒരു കുഞ്ഞു ചെലന്തി ചാടുന്നുണ്ടോ. ഇത് കോഡ്ലെസ് വാക്യൂം ക്ലീനർ. അതിനെ ഞാൻ കൊല്ലുവോ? ഫ്രണ്ട്സ്, ഇത് നമ്മൾ കുറേ ആയി വാങ്ങി വെച്ചിട്ട് അത് എടുക്കാതിരുന്നപ്പം ഇങ്ങനത്തെ സ്പൈഡറൊക്കെ വന്നു. ഇത് ശരിക്കും കോഡ്ലെസ് വാക്യൂം ക്ലീനർ, കാർ വാക്യൂം ക്ലീനർ ആണോ? ഇത് കണ്ടോ, ഇതിനൊരു പൈപ്പ് നോസിലാണ്. ഈ ട്രക്കിയ പോലെ ഇരിക്കുന്നു. നമ്മുടെ ശ്വാസനാളം. ഇതാണ് സംഭവം. ഇത് നമ്മളുടെ കാറൊക്കെ ക്ലീൻ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാർ ക്ലീൻ ചെയ്യാൻ, പിന്നെ കിച്ചൺ അത്യാവശ്യം ചെറിയ വാക്വം അല്ല, ഈ സോഫയുടെ ഇടയിലുള്ള വേസ്റ്റ് ഒക്കെ കളയാൻ പറ്റില്ലേ? പറ്റും. ഇത് കുറേ സാധനം ഉണ്ടല്ലോ. ഇതാണ് സംഭവം. ഇതുണ്ട്, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ സാധനം ഇളക്കി കളയുക. എന്നിട്ട് ഇത് ഹോർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെയാണ്. പിന്നെ സക്ഷൻ പവർ അത്യാവശ്യം ഇച്ചിരി കൂടിയ സക്ഷൻ പവർ ഉള്ളത് വാങ്ങണം കേട്ടോ. ചെറിയ സക്ഷൻ പവർ ആണെങ്കിൽ അത്രയ്ക്ക് ഇത് കാണത്തില്ല, അത്രയ്ക്ക് പവർ കാണത്തില്ല. ഇതിനകത്തൊരു ലൈറ്റുകളുണ്ട്, നമ്മൾ എവിടെയാ ഇത് ചെയ്യുന്നത് അതറിയാൻ വേണ്ടിയുള്ള ലൈറ്റ്. ചില വാക്വം ക്ലീനറിൽ ലൈറ്റ് കാണത്തില്ല. ഇതാകുമ്പോൾ നൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഈ ലൈറ്റ് ഉണ്ടായതുകൊണ്ട്. പിന്നെ ഈ മോട്ടറിന്റെ പവർ അത്യാവശ്യം നല്ല പവർ ഉള്ളതായിരിക്കും. ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. നമുക്ക് ആവശ്യത്തിനുള്ള നോസിലുണ്ട്, അത് നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്. അത് ഇത് വെച്ച കറക്റ്റാണോ? അപ്പൊ ഈ സോഫയുടെ എന്റെ മേലത്ത് വെക്കല്ലേ? ചെറുത് വെക്ക്. ഇതൊന്ന് മാറ്റ്, എനിക്ക് പേടിയാണ് കാണിച്ചിട്ട് തന്നെ. ഇതൊന്നും ചെയ്യത്തില്ല നിന്നെ. അതൊന്നും ചെയ്യത്തില്ല, പക്ഷെ അത് മാറ്റി വെക്ക്. എന്നെ വലിച്ചെടുത്തോണ്ട് പോയല്ലോ. അത് മാറ്റിട്ട ഇത് കണ്ടോ, ഇത് എന്റെ അഡാപ്റ്ററാ.
ഇത് കണ്ടോ, ഇത് നമ്മുടെ കാറിനൊക്കെ ഉപയോഗിക്കുന്ന, കാറിന് അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്ത് ആ പൊടിയെ ഇത് അതിൻ്റെ അകത്തോട്ട് തന്നെ വലിച്ചെടുക്കും. പിന്നെ ഇതിൻ്റെ ചെറിയ നോസിൽ പോലത്തെ ചെറുതുണ്ട്, എന്ന് വെച്ചാൽ ചെറിയ ഷാർപ്പായിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഇടയിലൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ചെയ്യാം. അത് ഇതുണ്ടോ, ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ഇടഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ചെറിയ ഈ സോബയുടെ ഒക്കെ ഇടയിലൊക്കെ കിടക്കുന്ന, ഇപ്പൊ നമ്മൾ മിക്സർ കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അതിന്റെ ഇടയിലൊക്കെ പോകില്ല, അപ്പൊ അതൊക്കെ ക്ലീൻ. അപ്പൊ ഇത് കാർ വാക്യൂം ക്ലീനർ അല്ല ശരിക്കും, വാക്യൂം ക്ലീനറിനെ ഇതിലും എഴുതിയിട്ടുള്ളൂ. കാറിൽ യൂസ് ചെയ്യാം, കിച്ചണിൽ യൂസ് ചെയ്യാം, വെള്ളം വലിച്ചെടുക്കും ഇതിനകത്ത്, വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിനകത്ത് കാണുന്ന ഇത് കണ്ടോ, ഈ ഒരു ഫിൽറ്റർ പോലെ ഇരിക്കുന്നത്, അത് ക്ലീൻ ചെയ്യണം. അങ്ങനെയാണ്. ഇതുണ്ടോ മോട്ടർ കാണിച്ചതിന്റെ, ഈ വലിച്ചെടുത്ത സാധനങ്ങളെല്ലാം ഇവിടുന്ന്, ഇതാണ് അതിന്റെ മോട്ടർ, ഇതാണ് അതിന്റെ ഫിൽറ്റർ, ഇവിടെ കളക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇത് ഡയറക്റ്റ് വേസ്റ്റ് ബോക്സിൽ ഇങ്ങനെ കൊണ്ട് കളയാം. എന്നിട്ട് വീണ്ടും ഇത് കണക്ട് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലത്തെ വാക്യൂം ക്ലീനർ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ സക്ഷൻ പവറും പിന്നെ അതുപോലെ എത്ര മണിക്കൂർ ഇത് റൺ ചെയ്യും ഉള്ളതും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ ചിലത് ഒരു 25 മിനിറ്റ്സേ റീചാർജ് ചെയ്താൽ റൺ ചെയ്യത്തുള്ളൂ കണ്ടിന്യൂസ്. പിന്നെ ചിലത് ഒരു 35 മിനിറ്റ്സ്, ചിലത് 45 മിനിറ്റ്സ് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലതെന്ന് പറയുന്നത് സക്ഷൻ പവർ കുറവായിരിക്കും, അപ്പോൾ അതിന് വിലയും കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അത് കയറി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് സക്ഷൻ പവർ കൂടിയതും ഒരുപാട് നേരം റൺ ചെയ്യുന്നതും കൂടെ വാങ്ങണം കേട്ടോ. അതാകുമ്പോൾ മോട്ടറിന് പവർ കൂടുതലായിരിക്കും, നമുക്ക് ഒരു 35-40 മിനിറ്റ് ഒക്കെ റണ്ണിങ് ടൈം കിട്ടും. ഇത് കുറച്ച് റണ്ണിങ് പവറും സക്ഷൻ പവറും കുറച്ചുകൂടെ കൂടുതലുള്ളതാണ് കേട്ടോ. അല്ല, ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാതെ ഇപ്പൊ ഒത്തിരി കുനിയണ്ടേ, ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്താല് ഇത് കണ്ടോ ഇങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ ആ മറ്റേ പറഞ്ഞ മോഡ് അതും മാറ്റി നമുക്ക് നീളം കൂട്ടാൻ വേണ്ടി. എന്നിട്ട് കണ്ടോ, ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയിൽ കണ്ടോ, അതാ കുറേ നമ്മൾ ഈ സോഫയിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരുന്നേണ്ടോ കുറച്ച് മിക്സറിൻ്റെ അംശം. പിന്നെണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ കുറേ പൊടികൾ ഇരിപ്പുണ്ട്. ഈ പൊടിയൊക്കെ നമുക്ക് ഇത് വെച്ച് വലിച്ചെടുക്കാൻ പറ്റും. ലൈറ്റ് കൂടെ ഉണ്ടായത് കൊള്ളാം അല്ലേ? ഫുള്ള് ക്ലീൻ ആയി. ഇത് ഏത് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഹോർണിച്ചർ അല്ലേ? കാർ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐമാസോണിന്റെ റൂം എയർ ഫ്രഷ്നറാണ് അത്. ഇതാണ് അതിൻ്റെ സംഭവം. പിന്നെ ഇതിനോട് ചേർന്ന് ഒരു അഡാപ്റ്റർ വരും, വൈറ്റ് കളർ അഡാപ്റ്റർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ എസെൻഷ്യൽ ഓയിലുണ്ട്, പല ഓറഞ്ചിൻ്റെ ഫ്ലേവർ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലാവൻഡർ ഫ്രഞ്ചിൻ്റെ 100% പ്യുവർ എസെൻഷ്യൽ ഓയിൽ 10 ml ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയായിരുന്നു. അപ്പം നല്ല സ്മെല്ല്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഊരി കഴിഞ്ഞിട്ട് ഇതിലൊരു വര പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത്രയും നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഡ്രോപ്സ് 1-2 ഡ്രോപ്സ്. ഇത് ഒരു ലൈൻ ഉണ്ട്, അവിടെ വരെ വെള്ളം ഒഴിക്കാനുള്ളത് മതി. എത്രയെല്ലാം മതി. ഇനി ആ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കും. നമുക്കൊരു 2 ഡ്രോപ്പ്, 2-3 ഡ്രോപ്പ്, പിന്നെ 2-3 ഡ്രോപ്പ് ഒഴിച്ചു. നമ്മൾ തന്നെ നല്ല ലാവൻഡറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങോട്ടാണോ അതിൻ്റെ ഫ്യൂംസ് വരുന്നത് അത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഫ്യൂംസ് വരുന്നത് ശരിക്കും. എന്നിട്ട് ഇതിൻ്റെ അഡാപ്റ്റർ ഉണ്ടോ, ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പം ചെയ്തു. ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു റിമോട്ട് കൺട്രോൾ വരും. ശരിക്കും നമുക്ക് ഇവിടെ ഉണ്ട് ലൈറ്റ് ഓൺ ആൻഡ് ഓഫ്, മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ റിമോട്ട് കൺട്രോൾ വരും. ഇപ്പം നിങ്ങൾക്ക് നോക്കി ഇതിൽ ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യുക.
എനിക്ക് ഇതിൻ്റെ കൂടെ ഇതിൽ ലൈറ്റ് പ്ലസ് ഇത് കൂടെ കണ്ടോ, ഓൺ ആകുമ്പോൾ തന്നെ കണ്ടോ ഫ്യൂംസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് റൂമിൽ വെക്കുമ്പം ഇപ്പം മൈൽഡായിട്ടുള്ള ലൈറ്റ്സ് വേണമെങ്കിൽ ഇതിൽ തന്നെ ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓണാക്കാൻ. ഞാനിപ്പം ലൈറ്റ് ഇട്ടു കണ്ടോ, ഇതിങ്ങനെ കളറ് മാറി മാറി വരും. ബ്ലൂ, പിങ്ക്, റെഡ് ഉണ്ട്, അങ്ങനെ ഓരോ കളറ് മാറി. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, യെല്ലോ, ഗ്രീൻ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്യൂംസ് വരും. അതേപോലെ തന്നെ ഈ ലൈറ്റ് ഇപ്പം നമുക്ക് ഇത്രയും ബ്രൈറ്റ് വേണ്ട, അതിൻ്റെ ചെറിയ ലൈറ്റ് ഡിമ്മായിട്ടുള്ള മതിയെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ ഡിമ്മായി, ഇത് വീണ്ടും ഡിമ്മായി. അങ്ങനെ ഓരോന്നിനും ഇത് കണ്ട് ഇപ്പം റെഡ്, അതിൻ്റെ ഡിമ്മ്, അങ്ങനെ ഓരോന്നിനും ഉണ്ട്. പിന്നെ ഇപ്പം ഫ്യൂംസ് നിങ്ങൾക്ക് ഇൻ്റർമീഡിയൻ്റായിട്ട് വരണമെങ്കിൽ ഇൻ്റർമീഡിയൻ്റ് പ്രസ് ചെയ്യുക, കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രസ് ചെയ്യുക. അതേപോലെ നമുക്ക് ടൈമിംഗ് വെക്കാം എത്ര നേരം. ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഈ വെള്ളം എപ്പോൾ തീരുന്നോ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവും. അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയിരിക്കും. നമ്മൾ പ്ലഗ് ചെയ്താൽ ഇൻ കേസ് ഉറങ്ങിപ്പോകുമ്പോൾ നമുക്കത് വെള്ളം തീർന്നു പോകുന്നുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവും. ഇത് ഐമാസോൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്, നല്ല മണം. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് നമ്മളുടെ MI ബാൻഡിൻ്റെ കുറച്ച് സ്ട്രാപ്പ്, കളർഫുൾ സ്ട്രാപ്പ്. ഇതൊരു 16 സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ഇതിന് ശരിക്കും 16 സ്ട്രാപ്പിന് €7 ആണോ 7 പൗണ്ട് ആണോ 7 യൂറോ ആണോ? £7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രാപ്പ് ബ്ലാക്ക് ആയിരുന്നു. അത് രണ്ടുപേരെയും കുറേ ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇവിടുന്ന് അത് വിട്ടുപോയി. അപ്പം ഞങ്ങൾ കളർഫുൾ ആയിട്ടുള്ള സ്ട്രാപ്പ് വാങ്ങിച്ചു. 16 കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇതുണ്ട് വൈറ്റ്, പിങ്ക്, അങ്ങനെ ഓരോ കളേഴ്സ് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് ഏതാ സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിലൊരു ബ്ലൂഡ് അത് ഞങ്ങൾ ഇന്നലെ യൂസ് ചെയ്തുകൊണ്ട് മാറ്റി വെച്ചേക്കുക. ഇതുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് കണ്ടോ, ഇത് പക്ഷേ വേറെ ഒരു ആഷ് കളറാണ്. ഇതിന് പറ്റിയ കളറാണ്. വേണ്ട ഇതുണ്ടോ, ഓരോ ഡ്രസ്സിനും നമുക്ക് ഓരോ ടൈപ്പ് കളർ സ്ട്രാപ്പ് വെക്കാം. അങ്ങനെ 16 കളേഴ്സ് ഉണ്ട്. ഇത് ഓർമ്മയുണ്ടോ, നമ്മൾ ദുബായിൽ വെച്ചിട്ട് MI ബാൻഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജിമ്മിൽ പോകുന്ന വീഡിയോ. അത് അപ്പോൾ ആ MI ബാൻഡ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എത്ര വർഷം? ഒരു കുഴപ്പമില്ല. അതിന് ഏകദേശം 3 years ആയി. 3 year ആയി? 3 year ആയി. 2-3 years ആയി ഇപ്പോൾ. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് തന്നെ 1 year ആയി. അപ്പോൾ ഏകദേശം 2 year 3 year ആവുന്നു. ഇത് കൂടുതലും ഉപയോഗം വരുന്നത് ലച്ചുവിനാണ്. കാരണം ഓരോ ഡ്രസ്സിനനുസരിച്ച് മാറ്റി ഇടാം. ഓരോ ഡ്രസ്സിനും ഓരോ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന പോലെ ഓരോ ഡ്രസ്സിനും ഓരോ MI ബാൻഡ് സ്ട്രാപ്പ്. ലേഡീസ് ആണല്ലോ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരെണ്ണം അയോണിക് ഹെയർ സ്ട്രെയിറ്റ്നർ ബ്രഷ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇതാ, ഞാൻ ഇടയ്ക്ക് ആക്ച്വലി എടുത്ത് യൂസ് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഇത് ഓൾറെഡി സംഭവം ഇങ്ങനെ ഇരിക്കും. ബ്രഷാണ് ഇതെൻ്റെ പ്ലഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് ശരിക്കും അതിൻ്റെ ബ്രഷ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഗ്ലൗസ് കിട്ടും. ഇത് നമുക്കിട്ട് കൂടുതൽ നമുക്ക് ഹീറ്റ് കയ്യിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഗ്ലൗസ് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനൊരു മാനുവലുണ്ട്. ഇതിന് കൂട്ടത്തിൽ നിങ്ങൾക്കൊരു പൗച്ച് കിട്ടും, ഒരു ഗ്ലൗസ് കിട്ടും, പിന്നെ ഇതിൻ്റെ മാനുവൽ ഉണ്ടാവും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ ബ്രഷ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹീറ്റർ പ്ലസ് ബ്രഷ്. അതായത് നമ്മളിപ്പം ഹെയർ സ്ട്രെയിറ്റ്നർ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഇങ്ങനത്തെ V ഷേപ്പിലിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമല്ലോ ചെയ്യുന്നത്, ആ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ. ഇത് ഹെയർ ബ്രഷ് എന്ന് പറയുമ്പോൾ, സ്ട്രെയിറ്റനിങ് ബ്രഷ് എന്ന് പറയുമ്പോൾ ഇതിൽ ഹീറ്റ് പ്ലസ് ബ്രഷ്. അതായത് നമ്മൾ വെറുതെ മുടി ചീവുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ചീവിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഹീറ്റ് പ്ലസ് ഓട്ടോമാറ്റിക്കലി ഇത് സ്ട്രെയിറ്റും ആവും. ഇതിങ്ങനെ എന്നിട്ട് ഇതിൽ ബട്ടൺ ഉണ്ട് ഇങ്ങനെ. ഇത് കണ്ടാവും ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ 160, 180, 200, 210 എന്ന് പറഞ്ഞിട്ട് ടെമ്പറേച്ചർ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം ഇതിനുള്ളിലെ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പുക വരുന്ന പോലെയാണ്. നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പം കാണത്തില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഓൺ ആക്കണം. ഓൺ ആകുമ്പോഴേ അത് 180 ആണ് വരുന്നത്. ടെമ്പറേച്ചർ
180 വരെ ഫസ്റ്റ് വന്ന് നിൽക്കും. എന്നിട്ട് നമുക്കിവിടെ ഓഫ് കുറയ്ക്കാനും കൂട്ടാനുമുള്ള ഇതുണ്ട്, സ്വിച്ച് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാം ഇത് ഹീറ്റ് ആവുന്നതിൻ്റെ. കാരണം ഇതൊരു ബ്രഷ് പ്ലസ് ആ ഒരു സ്ട്രെയിനിങ് ചെയ്യുന്ന ഇതുമായിട്ട് വർക്ക് ചെയ്ത് ഇപ്പം 180 എനിക്കിപ്പോൾ പ്ലസ് ആക്കണം. 190, 200, 210, 220, 230. 230 ആണ് മാക്സിമം. 230 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടും ഹീറ്റാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 180 ചെയ്യാം മിനിമം. ഇത് ഹീറ്റ് ആവട്ടെ. നിങ്ങൾക്ക് കാണാം ഇതിൽ ഇങ്ങനെ ചെറിയ ഫ്യൂംസ് പോലെ വരുന്നത്. ഇത് ടച്ച് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഷോക്ക് അടിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതുണ്ടോ, ഇവിടെ തൊടുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു ഹീറ്റ് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈയൊക്കെ നനയാതൊക്കെ യൂസ് ചെയ്യുന്നത് വെറ്റായിട്ടുള്ള സർഫസ് കൊണ്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് നമ്മൾ ഇതിൽ ഇലക്ട്രിക്കലായിട്ടുള്ള സംഭവങ്ങളല്ലേ. ഇതാണ് കേട്ടോ, ഇത് പലതിൻ്റെ ഉണ്ട് കേട്ടോ. ഫിലിപ്സ് ഉണ്ട്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിലിപ്സ് ഉണ്ട്, അങ്ങനെ പലതിൻ്റെ ഉണ്ട്. ഞങ്ങൾക്കിപ്പം ജസ്റ്റ് ഇത് നല്ലതാന്ന് തോന്നിയോണ്ട് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇപ്പം നമ്മൾ ഇവിടെ പോയി ചെയ്യില്ല, ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊരു പെർമനൻറ്റ് സ്ട്രൈറ്റനിങ് അല്ലെ ടെമ്പററി സ്ട്രൈറ്റനിങ് ചെയ്യുന്ന അത്രയൊരു എഫക്റ്റ് വരില്ല. ബട്ട് സ്റ്റിൽ എന്നാലും കേളി ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രൈറ്റ് ചെയ്യാം. ഇത് കണ്ടോ, അതിൻ്റെ പുക വരുന്നുണ്ട്. ഇത് ഓൾറെഡി ബ്രഷ് ഹീറ്റായി. ഇപ്പോൾ ഹീറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി. കുറേ നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കല് കേട്ടോ, കാരണം മുടി ഒരുപാട് ചൂടാണെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകും. നിങ്ങൾ നോർമൽ നമ്മുടെ തലമുടിയിലെ ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഉണ്ടോ. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഇതിൻ്റെ എഫക്റ്റ് കാണാം. സ്ട്രൈറ്റ് ആവുന്നുണ്ട് ഉണ്ടോ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്. ഇനിയിപ്പം ഞാൻ ഓഫ് ചെയ്ത് കഴിയുമ്പം ഇതിലിപ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ഇത് ചൂട് മാറാതെ ഇതിലേക്ക് ഇറക്കി വെക്കല്ലോ കേട്ടോ. ഇതിൻ്റെ ഒരു ചൂട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിനോട് ചേർന്നൊരു ഗ്ലൗസ് കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ കേട്ടോ. ഫുട്ബോൾ ബോൾ, ഇൻഫ്ലേറ്റബിൾ ഫുട്ബോൾ ചെയർ ബോൾ, ബോൾ അല്ല, ഫുട്ബോൾ ചെയർ. ഓക്കെ, ഇതെന്താന്ന് നോക്കട്ടെ. ഇതാണ് ഐറ്റം. അയ്യോ, ഇത് ഭയങ്കര വലുതാണ്. ഇത് ആൾഡിയുടെ പ്രോഡക്റ്റ് ആണ്. ആൾഡി ഇൻഫ്ലേറ്റബിൾ ഫുട്ബോൾ ചെയർ. ബലൂൺ വീർപ്പിക്കുന്ന സാധനം വെച്ചിട്ട് ഞങ്ങൾ വീർപ്പിക്കുക. ഇങ്ങനെ വീർപ്പ് വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര പാടാണ്, കാരണം ഇത്രയും വലുതല്ലേ. അപ്പോൾ ഒരുപാട് എയർ നമ്മൾ കയറ്റണം. ഇവിടെ ഒരു നോബുണ്ട്, ഇവിടെ ഉണ്ട്. ഇത് വേറെ എന്തോ സെൻട്രൽ പോർഷൻ വീർക്കാനാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, ഫൈനലി നമ്മളത് വീർപ്പിച്ച്. ഭയങ്കര എക്സോസ്റ്റ് ആകും കേട്ടോ ഈ സാധനം വീർപ്പിക്കുന്നു. നമ്മൾ കണ്ടപ്പോൾ അതല്ല തിരിച്ചിടുന്നത്. ഇത് എൻ്റെ അടിഭാഗമാണ്, തിരിച്ചിട്. എനിക്ക് ഇത് അടച്ചു വെക്കുക അല്ലെങ്കിൽ. ഫ്രണ്ട്സ്, ഇത് ചെയറിൻ്റെ അടിഭാഗമാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ പോർഷനാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഇച്ചിരി കൂടെ വീർക്കമുണ്ട് കേട്ടോ. ഞാൻ ഇരുന്ന് നോക്കട്ടെ. 100 കിലോ വരെ ഇരിക്കുമെന്നാ പറയുന്നത്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പക്ഷെ ഇരിക്കാം കേട്ടോ, ഇരിക്കാൻ ഒരു സുഖമുണ്ട്. അയ്യോ, ഇത് വീർപ്പിച്ചിട്ട് ഇതിലോട്ട് തന്നെ അങ്ങ് കിടക്കാം. തളന്ന് ഒരു ഹെഡിന്റെ സപ്പോർട്ടർ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ടോയ് ആണ് സാധനം. ടോയ് ചെയർ ആണ്. ഞങ്ങൾ ഇത് കണ്ടപ്പം ആ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങ് വാങ്ങിയതാ. അല്ലാതെ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനൊന്നുമല്ല. ഇത് വെറും 10 യൂറോയ്ക്ക് അകത്തെങ്ങാണ്ടേ ഉള്ളായിരുന്നു. ആൾഡിന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ വാങ്ങിയതാ. അപ്പം ജസ്റ്റ് വീർപ്പിച്ച് നോക്കി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കൊള്ളാം. പിന്നെ ഔട്ട്ഡോറിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മാറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് വീർപ്പിക്കാം. പക്ഷേ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആവും. നമ്മൾ ഈ ബലൂൺ പമ്പൊക്കെ വെച്ചാൽ വീർപ്പിക്കുന്നെങ്കിൽ
അല്ലാതെ ഈ മറ്റേ ടയറൊക്കെ വീർപ്പിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് തോന്നുന്നു വീർപ്പിക്കുന്നത്. ഹൈ പ്രഷർ പമ്പ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇതുപോലെ വീണ്ടും കിടിലം ഹെവി വ്ളോഗുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുവരെ ബൈ ബൈ.